തന്റെ ഭാര്യയുടെ പേരെന്താ? എന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലതാ. അതിനി നയൻതാരാന്നോ കരീന കപൂർന്നോ വെച്ചാ ആക്കണായിരിക്കും അല്ലേ? നയൻതാരാന്നും കരിഞ്ഞ കപൂർന്നും ആക്കട്ടാ. എന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലതാന്നാണ്. അത് അതേമാതിരി തന്നെ ആക്കി തന്നാ മതി. താൻ ആള് കൊള്ളാലോ. തന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലത, അത് പിന്നെയും മാറ്റേണ്ടത് സ്വർണ്ണലതാന്ന്. എനിക്ക് വല്ല അസുഖമുണ്ടോ? അല്ല, നിങ്ങക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുമ്പോ തന്നെ എന്റെ ഭാര്യയുടെ പേര് തെറ്റി എഴുതിയിട്ടാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ശരിയാക്കിയിട്ട് സ്വർണ്ണലതാന്നാക്കി തരി. അങ്ങനെ അപ്പൊ അങ്ങനെ പറയണ്ടേ, അല്ലാതെ ഇവിടെ വന്നിട്ട് ഭാര്യനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്താ വിചാരിക്കുക? പറഞ്ഞു കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലോ. സർട്ടിഫിക്കറ്റ്. ഓ അത് ശരി. അപ്പോ ഈ പൂജ എന്നുള്ള സ്ഥാനത്ത് സ്വർണ്ണലതാന്നാക്കണം. അതെ. പൂജ നല്ല പേരല്ലേ? ഇത് ആരുടെ ഭാര്യ? എന്റെ ഭാര്യയല്ല. എന്നാൽ ഈ പൂജ ആരുടെങ്കിലും ഭാര്യ ആവൂലോ? അത് ആരുടെ ആയിരിക്കും? അതെന്തെങ്കിലും ഞാൻ അന്വേഷിക്കുന്നത്. താൻ ഇതൊക്കെ അന്വേഷിക്കാതെയാണോ ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ പേര് മാറ്റാനായിട്ട്? അതൊക്കെ കണ്ടെത്തണം. നിങ്ങൾ ബ്യൂട്ടി പാർലർ തുടങ്ങണം അല്ലേ? അതെ. ശരി ശരി. അപ്പോ ഇതില് പാർട്ട്ണറുടെ പേര് എഴുതിയിട്ടില്ലല്ലോ. പാർട്ട്ണറുടെ പേര് എഴുതൂ. അയ്യോ, പാർട്ട്ണർ ആയിട്ടില്ല, ആലോചിക്കുന്നുണ്ട്. നിലവിൽ സിംഗിളാ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരാളും കൂടെ പാർട്ട്ണറായിട്ട് വേണം. 2 പേരുള്ള സംഘങ്ങൾക്കാണ് നമ്മൾ 8 ലക്ഷം രൂപ കൊടുക്കുന്നത്. ഇനി 5 പേരുണ്ടെങ്കിൽ അത് ഏകദേശം 20 ലക്ഷം രൂപ വരെ കിട്ടും. നിങ്ങൾക്ക് 8 വേണോ അതോ 20 വേണോ? 8 മതി. സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ 20 തന്നേക്ക്. ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ 5 പേര്. നിങ്ങൾ ആദ്യം ഒരാളെ കണ്ടുപിടിച്ചിട്ട് വരൂ. ചെല്ലു. ഞാൻ ഒരു കാര്യം പറയട്ടെ, സാർ ഒരാളാവോ എന്റെ പാർട്ട്ണർ?